ദ ബ്ലഫ് പ്രിയങ്ക ചോപ്രയുടെ ഏറ്റവും പുതിയ ചിത്രമാണ്. ആമസോൺ പ്രൈമിൽ ഇന്നലെ സ്ട്രീമിംഗ് തുടങ്ങി. കണ്ടു, കുഴപ്പമില്ല. അതായത് ഒരു ഡീസന്റ് ഒരു ആക്ഷൻ അഡ്വഞ്ചർ പടം എന്ന് വിളിക്കാം. ഒരു പൈറേറ്റ്സ് ഓഫ് കരീബിയൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേൾഡിൽ, എന്നാൽ അതേപോലെ തന്നെ എടുക്കാണ്ട് അതിലേക്ക് ഒരു വയലന്റ് ആക്ഷൻ സെറ്റപ്പ്. അതായത് വുമൺ ലീഡിങ് ഉള്ള പ്രിയങ്ക ചോപ്രയാണ് ലീഡിങ്. ആ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാൾ അർബൻ ബോയ്സിലൊക്കെ ഉള്ള ഇവർ രണ്ടുപേരും തന്നെ മെയിൻ ലീഡിങ് റോൾ ചെയ്തേക്കുന്നത്. നമ്മുടെ അവഞ്ചേഴ്സ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ജോയ് റസ് ആന്റണി തന്നെ പ്രൊഡ്യൂസർമാർ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡീസെന്റ് നീറ്റ് വാച്ച് എന്നൊക്കെ പറയില്ലേ. ഭയങ്കര സംഭവങ്ങളോ ഭയങ്കര മോശമായിട്ടുള്ളൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഒരു 1.5 മണിക്കൂറുള്ളൂ. ഫാസ്റ്റ് വേസ് ആയിട്ട് പോവും. ആക്ഷൻസ് ഉള്ളതൊക്കെ കുഴപ്പമില്ലാണ്ട് അവർ എടുത്തിട്ടുണ്ട്. ഒരു പണ്ടത്തെ കാലഘട്ടത്തിലാണ്, ഒരു 1800 കാലഘട്ടത്തിൽ നടക്കുന്ന പൈററ്റ്സിന്റെ കാലഘട്ടം ഊഹിക്കാലോ, അവരുടെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു മൂഡിലുള്ള, പിന്നെ ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യമുള്ളത്, ഇതിലൊരു പ്രിയങ്ക ചോപ്രയുടെ പേര് മലയാള പേര് പോലെ അവർ മറിയം എന്നൊക്കെ അതിൽ ഇങ്ങനെ അടിച്ചിട്ടത് കണ്ടു. അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് തോന്നി. അത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ലാത്ത ആക്ഷൻസ് ഉള്ള, അത്യാവശ്യം നീറ്റ് ആക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള, ഒരു എനർജറ്റിക് പെർഫോമൻസ് ഉള്ള, കുഴപ്പമില്ലാത്ത ഒരു പടമാണ് ദ ബ്ലഫ്. ഇപ്പോൾ ആമസോൺ പ്രൈമിലുണ്ട്, കണ്ടു നോക്കുക. നിങ്ങൾ അഭിപ്രായം എന്ത് തന്നെയാലും എന്നെ കമന്റ് സെക്ഷൻ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.